ബിൽകുൽ യഹാ ഓ നഹി ചൽത്തെ ഹേ, അതൊന്നും ഇവിടെ നടക്കൂല, നടക്കാൻ പോണില്ല. നല്ല സന്തോഷം തോന്നിപ്പോയി. ഏതായാലും മോൻ ആ വേഷം ഇട്ടത് നന്നായി എനിക്ക് തോന്നി. കാരണം അതോടുകൂടെ മിക്ക സ്ഥലത്ത് ഒരു തീരുമാനം എടുക്കാൻ കഴിയും. ഇല്ലെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. അനാചാരത്തിനെതിരെ 2 മണിക്കൂറിന്റെ പ്രഭാഷണം ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പ്രഭാഷണം നടത്തുന്ന നൗഫലിന് 100% അറിയാം. അത് മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷെ എന്ത് വേണം? ഉത്തരവാദിത്വപ്പെട്ട ആളുകളാണ് തീരുമാനമെടുക്കേണ്ടത്. ഇതാ നിങ്ങൾക്കറിയോ, ഇതാ ലൊഹറത്തിൽ ബിദ്അ, ഒരു നാട്ടിൽ അനാചാരം പൊട്ടിപ്പുറപ്പെട്ടാൽ, ഉടലെടുത്താൽ, അനാചാരങ്ങൾ ഉടലെടുത്താൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ, വിവരമുള്ളവർ, ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ മൗനം വീക്ഷിച്ചാൽ, അവരെടുക്കേണ്ടുന്ന തീരുമാനം എടുക്കാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായിക, മലക്കുകളുടെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, മാലോകരുടെ ശാപമുണ്ട്. ആ ശാപം പിടിച്ചു പറ്റുന്നവരാകാൻ പാടില്ല നമ്മള്. അതുകൊണ്ട് പറ്റുന്നുണ്ടോ, സാധിക്കുന്നുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഫൽയുഗയ്യിറുഹു ബിയദിഹി, പോയിട്ട് കൈ കൊണ്ട് തടുക്കാൻ പറ്റോ? തടുക്കണോ? ചെറുപ്പക്കാരാ, കൈ കൊണ്ട് തടുക്കാൻ പറ്റോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കത്തി തൊണ്ണ എടുക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയിപ്പോ കല്യാണ വീട്ടിലെല്ലാം കത്തി തൊണ്ണ എടുത്തിട്ട് ഡൊമ്പറാട്ടൊന്നും ആക്കാൻ പോകണ്ട. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൈ കൊണ്ട് തടുക്കാന്ന് പറഞ്ഞാൽ വേണ്ടല, അത് ഞങ്ങൾക്ക് ഒത്തതല്ല, വേണ്ടല. കല്യാണത്തിന്റെ പേരിൽ അനാചാരം നടത്തുമ്പോ പറയാ അവിടെ പോയിട്ട്. അത് ആരാ പറയേണ്ടത്? ചെറുപ്പക്കാരെക്കാളും നാട്ടിൽ അന്തസ്സായി നടക്കണ പ്രായമുള്ളവരുണ്ടാവും. ഇതിപ്പോ ഇന്ന് നോക്കുമ്പോണ്ട് ബേസർ അങ്ങ് സ്റ്റേജ് പറ്റിട്ട് പുതിയ പെണ്ണോട്ടൊട്ടിക്ക് ഡാൻസ് ആക്കണേ, എന്തിനു പറ്റും? നാട്ടില് ഏറ്റവും ബോധമുള്ള ഒരു മനുഷ്യന് 40 വയസ്സ് വരെ ബുദ്ധി പൂർണ്ണാവൂലെന്നാ. 40 വയസ്സ് വരെ കുട്ടിക്കളി എന്നതുണ്ടാവും, 39 വരെ ഉണ്ടാവും. അതുകൊണ്ട് നുബുവത്ത് കിട്ടുന്നത് എപ്പോഴാ? നുബുവത്ത് കിട്ടുന്നത് 40 വയസ്സിലാ. കാരണം അത് അമ്പിയാക്കൾക്ക് കുറവുണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അമ്പിയാക്കൾ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പരിപൂർണന്മാരാണ്, അതിലൊരു സംശയമില്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞു തന്നത് 40 എത്തിയാൽ ഓനൊരു തികഞ്ഞ മനുഷ്യനാ. ഇത് 60-65 വയസ്സുള്ളവരും സ്റ്റേജിൽ അവിടെ ഡിസ്കോ പാട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഡിസ്കോ പാട്ടിനൊത്തിട്ട് ഇയാള് പുതിയ പെണ്ണിന്റെ കൂടെ സ്റ്റേജിൽ എത്തിയിട്ട് അപ്പറ ദാദ ഉണ്ട്, ഇപ്പറ കാക്ക ഉണ്ട്. ഓ ദാദം കാക്കും തുള്ളൂടെ തുള്ളാട്ടിക്കമേ പാടില്ല. അതിന് പ്രായമുള്ള ഉപ്പ പറയണം, ഇവരോട് പറയണം. അത് താളത്തിന് വരുന്നവനാണെങ്കിലും തുള്ളാൻ വരുന്നവനാണെങ്കിലും അവനോട് ആദ്യം തന്നെ പറയണം, മോനെ വേണ്ടല്ല, ഇതല്ല ഞങ്ങൾക്ക് ഒത്തതല്ല, വേണ്ട. പ്രായമുള്ള 4-5 പേര് പോയിട്ട് അവിടെ ഒന്ന് പറയാൻ നോക്ക്. എന്തേ ബാപ്പ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഇത്രയും വ്യാപിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇങ്ങ പറമ്പോ ദൂരെ പോയാറ്, താളത്ത് വന്നാറില്ല, ഇങ്ങനെ ചെറുപ്പുറ അടിയിൽ ഞങ്ങൾ പൂണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഇവരങ്ങ് ഇവർ മാറി നിന്നപ്പോ ഈ ചെക്കന്മാർക്ക് ഭയങ്കര സന്തോഷായപ്പോ ഇവരങ്ങ് തുള്ളി കളിച്ച്. മാറി നിൽക്കാൻ പാടില്ല. നിങ്ങളവിടെ എന്തില്ല അല്ല, താളത്ത് വന്നോടെ താളത്ത് വന്നെങ്കിൽ ആക്കി വെക്കട അപ്പ ഉണ്ടല്ലോ, എന്താ അപ്പ പൊട്ടപ്പ എന്ന് പറഞ്ഞിട്ട് അപ്പയില്ല. ആ പൊട്ടപ്പെല്ലാം ആക്കിയത് വേൺമയതെല്ലാം ആക്കിയത് ചന്തത്തില് ബാക്കി പുതിയ അമ്പയുടെ ഞങ്ങൾ നോക്കിയുള്ള നിങ്ങൾ പോകും, ഞങ്ങൾ ഏരിയ മാറില്ല. അവരങ്ങ് പോവാന്നല്ലാതെ നമ്മൾ മാറി നിന്നത് കൊണ്ടാണ് ഇതൊക്കെ തോന്നിവാസങ്ങൾ വ്യാപിക്കാൻ കാരണം. പാടില്ല. പരിശുദ്ധ ഇസ്ലാമിന് ഒരു ദുഷ്പേര് വരുത്താൻ പാടില്ല. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നിന്റെ കൈ കൊണ്ട് മാറ്റി നിർത്താൻ കഴിയോ? മാറ്റി നിർത്തണേ എന്ന് പറഞ്ഞാൽ അരുത് മക്കളെ. ഈ മക്കൾക്ക് വിവരമില്ല, വിവേകമില്ലാത്ത ചെറുപ്പക്കാരാണല്ലോ അവരോട് കൈകൊണ്ടെന്ന് പറയണം, അരുത് മക്കളെ, അരുത്, വേണ്ടടാ എന്ന് പറയണോ? ഇനി ഒരു പക്ഷേ പറഞ്ഞിട്ടും കഴിയുന്നില്ലേ, എന്നാൽ അതേ നാവ് കൊണ്ട് പറയണോ? അതിനും
കഴിയില്ലേ? ആ സദസ്സിൽ നിന്ന് നീ പോകണോ? നീ അവിടെ ആ അനാചാരത്തിനൊത്ത് കളിക്കാൻ പാടില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കല്യാണ വീട്ടില്, കല്യാണ പന്തലിൽ സ്ത്രീകൾക്ക് സപ്ലൈ ചെയ്യേണ്ടവൻ ആരാണ്? കല്യാണ പന്തലിൽ സ്ത്രീകൾക്ക് സപ്ലൈ ചെയ്യേണ്ടവനാരാ? ചില സ്ഥലത്ത് പോയി നോക്കുമ്പോ ഉസ്താദ് ഇവിടെ ഗൈസ് ഉണ്ട്, ഗൈസ്, GUYS, ഗൈസ്, ഡാഷ് ഗൈസ്. ഇവിടെ ഉണ്ടോ? ഇവിടെ അതിനെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചാണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതിനാ ഓരോ നാട്ടിലുണ്ടാവും സന്നദ്ധ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം ഉണ്ടാവും, സജീവമായിട്ട് സന്നദ്ധം. റെഡി റെഡി, എപ്പോഴും സന്നദ്ധ. ഏത് ടൈമിൽ 3 ഗಂಟೆ ജാവ് വിളിച്ചെങ്കിലും ഐ ആം റെഡി. പക്ഷെ എന്ത് സന്നദ്ധം ഉണ്ടെങ്കിലും പോകുന്നിടത്തേക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഈ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണോ, അവിടെ സപ്ലൈ ചെയ്യാൻ ഈ ഗൈസുകാരയക്കാൻ പാടില്ല. അവിടെ സ്ത്രീകൾക്ക് സപ്ലൈ ചെയ്യേണ്ടത് സ്ത്രീകൾ തന്നെയാ. എന്താ ഹിജാബിന്റെ മഹത്വം? ഇപ്പൊ ഹിജാബിന്റെ വിഷയം ഒന്നും ഞാൻ പറയാൻ പോണില്ല. ഹിജാബ് എന്ന് പറഞ്ഞ ചില മനുഷ്യന്മാര് മനസ്സിലാക്കിയത് എന്തൊക്കെയാ, അതൊന്നും അല്ല ഹിജാബ്. എല്ലായിടത്തും ഹിജാബ് ഉണ്ടല്ലോ. നിങ്ങൾ നോക്ക്, ഇവിടെ പരിശുദ്ധ ഇസ്ലാം ലോകത്ത് ഒരു മതത്തോടും മത്സരിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മതക്കാരനും തെറ്റിദ്ധരിക്കേണ്ട. ലോകത്തെ എല്ലാ മതവിശ്വാസികളോടും സ്നേഹത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ദയവില്ലത ധർമ്മവദാവുദയ്യ, ദയബേക്കു സകല പ്രാണികളല്ലി, ദയവേ ധർമ്മദ മൂലവയ്യ. ബസവണ്ണ പറഞ്ഞ വാക്കാണ് അതെങ്കിൽ ആ ബസവണ്ണ പറഞ്ഞതിലേറെ എല്ലാ മനുഷ്യ മക്കളെ സ്നേഹിക്കണമെന്ന് മാലോകരെ വിളിച്ചു പറഞ്ഞൊരു നേതാവ് ഇവിടെയുണ്ട്. ഒരു നേതാവ് ഇവിടെയുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ജനവിഭാഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് മാലോകരെ വിളിച്ചു പറഞ്ഞ മെസ്സഞ്ചർ ഓഫ് പീസ് ഓൾ അറൗണ്ട് ദ വേൾഡ്, ലോകത്തുള്ള മുഴുവൻ മാനവ സമൂഹത്തിന്റെ മുന്നില് സമാധാനത്തിന്റെ സന്ദേശം കൈമാറിയ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അറിയുമോ? ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങള് ആരുടെ സന്തതികളാണെന്നറിയുമോ? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരാ, അലിയാർ തങ്ങളെ കേട്ടിട്ടുണ്ടോ? ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ്? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഹബീബായ തങ്ങളെ പറഞ്ഞില്ലയോ, ഞാൻ ഇൽമിന്റെ കവാടമാണെങ്കിൽ, ഇൽമിന്റെ കവാടം ഞാനാണെങ്കിൽ, ആ കവാടത്തിലേക്ക് കയറി ചെല്ലാൻ ഒരു കവാടമുണ്ടല്ലോ. ഇൽമിന്റെ പട്ടണമാണ് ഞാനെങ്കിൽ, ആ ഇൽമിന്റെ പട്ടണത്തേക്ക് കയറി ചെല്ലാൻ ഒരു കവാടമുണ്ടല്ലോ. ആ കവാടം എന്റെ അലിയാ. ആ അലിയാര് തങ്ങളെ വന്ന് ഒരാള് കുത്തി വേദനിപ്പിച്ചു. അലിയാര് തങ്ങളെ വന്ന് ഒരാള് കുത്തി വേദനിപ്പിച്ചു. ചരിത്രത്തിൽ കാണാം. അലിയാര് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അലിയാര് തങ്ങൾ ഒരാളെ കുത്തി വേദനിപ്പിച്ചു. അലിയാര് തങ്ങളെ വന്നിട്ട് ഒരാള് കുത്തി വേദനിപ്പിച്ചു. അലിയാര് തങ്ങൾ നിലത്ത് വീഴുകയാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അലിയാര് തങ്ങളുടെ സമനിലയിലേക്ക് തിരിച്ചു വന്നപ്പോ മഹാനവരുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നെ അടിച്ച് വീഴ്ത്തിയവൻ എവിടെയാ? എന്നെ അടിച്ച് വീഴ്ത്തിയവനുണ്ടല്ലോ, എന്നെ കുത്തി വേദനിപ്പിച്ചവനുണ്ടല്ലോ, അവൻ എവിടെയാ? അപ്പോഴാണ് അണികൾ പറയുകയാ, അഖദ്നാഹു അഖദ്നാഹു യാ
അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അലിയാർ തങ്ങളെ അവിടുന്ന് വേദനിപ്പിച്ചവനെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അലിയാർ തങ്ങൾ എന്തിനാ പറഞ്ഞത്? ഇവിടെ ചില ആളുകൾ പറയുകയാണ്, ഇവിടെ വാദം കേട്ടോ നീ, ചില ആളുകൾ പറയുകയാ ഹിജാബ് ഇട്ടിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഷാലിട്ടിട്ട് വരും. ഞങ്ങൾക്ക് പറയാനുള്ളത് ഷാലിട്ടാലും ഇട്ടില്ലെങ്കിലും വാദം ശരിക്കും കേൾക്കണേ. ഹിജാബ് ഇട്ട് വന്നാൽ ഞങ്ങൾ ഇന്ന കളറുള്ള ഷാലിട്ട് വരും എന്നല്ല, ഏത് ഷാല് ആരിട്ട് വന്നാലും വന്നില്ലെങ്കിലോ ഞങ്ങൾ ഹിജാബ് ഇട്ട് വരും. എന്തേ കാരണം? മറ്റൊരുത്തന്റെ ഷാല് കാണുമ്പോഴല്ല എനിക്ക് എന്റെ ഹിജാബിന്റെ ഓർമ്മ വരുന്നത്. എന്റെ വാല് കേൾക്കുന്ന പെങ്ങള് മറ്റൊരുത്തന്റെ തോളത്ത് കാണുന്ന നിറമുള്ള ഷാല് കാണുമ്പോഴല്ല മുസ്ലിമത്തായ പെണ്ണിന് ഹിജാബിന്റെ ഓർമ്മ വരുന്നത്. പിന്നെയോ അവന്റെ തോളത്ത് ഏത് നിറമുള്ള ഷാലുണ്ടായാലും ഇല്ലെങ്കിലോ, ആ ഷാള് ഇട്ട് വന്നാലും വന്നില്ലെങ്കിലോ എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ച ഹിജാബ് ഉണ്ടല്ലോ, ആ ഹിജാബിനെ കൈവിടാൻ പറ്റൂല. ഈ വാദമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹൃദത്തെ തകർക്കലല്ല, ഈ വാദമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ മതമൈത്രിയെ തകർക്കുകയല്ല. നമ്മൾ ഒരു മതത്തിനും ചാൻസ് കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ഒരു മതത്തിനും അവരുടെ അവകാശവാദങ്ങൾക്ക് അവസരം നൽകരുത് എന്ന് മുസ്ലിം ഇന്ന് വരെ എവിടെയും പറഞ്ഞു നടന്നിട്ടില്ല. അതേ സമയത്ത് നമുക്ക് പറയാനുണ്ട്, എന്താ റബ്ബേ ഇപ്പോഴൊക്കെ കാണുന്ന ഈ പത്രക്കാരൻ. ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, ലോകത്ത് പണ്ടൊക്കെ ഒരു ജേർണലിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേക്ക് അവനെ കൈപിടിച്ചൊന്ന് കുലുക്കാൻ തോന്നും. ഒരു ജേർണലിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേക്ക്, ഒരു മീഡിയക്കാരൻ എന്ന് കേൾക്കുമ്പോഴേക്ക് അവന്റെ കൈപിടിച്ച്, സത്യം പറഞ്ഞാല് ഞാൻ എവിടേക്കെങ്കിലും വാലിന് പോകുമ്പോണ്ടല്ലോ ഒരു പ്രസ് അങ്ങനെയുണ്ടല്ലോ, പ്രസ്സുകാരക്കാർ എന്ന് പ്രത്യേകം പുറത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ ഡ്രൈവറിനോട് പറയും, മാന്യമായിട്ട് പോയിക്കോ, പ്രസ്സുകാരാ നമ്മളൊരു അവരോട് പരിഗണിക്കണം. എന്നാൽ നല്ല എത്രയോ മീഡിയക്കാരുണ്ട്. പക്ഷെ ഇന്ന് ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടു, കരഞ്ഞുപോയി ഞാൻ, സത്യം പറഞ്ഞാൽ. പാവം ആ പെൺകുട്ടി, അവളെക്കാളും വലിപ്പമുള്ള ബാഗ് അവളെ പുറത്തുള്ളത്, പുറം ഭാഗത്തുള്ളത്. എന്നിട്ടോ ആ ബാഗ് ഇട്ടിട്ട് പാവം ആ പെൺകുട്ടി തലയിൽ ഇങ്ങനെ, ചെറിയ കുട്ടിയാ, തലയിൽ ഇങ്ങനെ ഷാളിട്ടിട്ട് അക്കുട്ടി ഇങ്ങനെ ഓടിപ്പോകുമുണ്ട്. ഏതോ ഒരുത്തൻ, അവനൊരു പെങ്ങളോടുള്ള സ്നേഹം അവന്റെ കൽബിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം വീട്ടിൽ ഒരു പെങ്ങളുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്യോ? അവനുണ്ട് ഈ പെൺകുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ ക്യാമറയും പിടിച്ച് ഇങ്ങനെ പോവാ. എടാ, അന്റെ പെങ്ങൾക്ക് ഇതുപോലൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നീ അവളെ മുന്നിൽ ഇതുപോലെ ക്യാമറ പിടിച്ചിട്ട് പോകാൻ നിന്നെ കൊണ്ട് കഴിയുമായിരുന്നു. ഇത് ഏതോ ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മകളായത് കൊണ്ടല്ലേ അവളെ പിന്നാലെ നീ ഇങ്ങനെ ഓടിപ്പോകുന്നത്? മീഡിയക്കാര് കണ്ണു തുറക്കണം, മീഡിയക്കാര് സത്യം മാത്രം പ്രചരിപ്പിക്കണം. അല്ലാതെ ഒരു മീഡിയത്തിനും നിലം വില ഉണ്ടാവൂല. പഴയ കാലത്തൊക്കെ ഒരു വാർത്ത ചാനലിൽ ഒരു റിപ്പോർട്ട് വന്നു എന്ന് തോന്നിയാൽ പിന്നെ ഇതാ കാലത്ത് ഹദാമി ഫസദ്ദിഖൂഹാ ഫഇന്നൽ ഖൗല മാ ഖാലത്ത് ഹദാമി. മുതാലിമിങ്ങൾക്ക് അറിയാലോ, അത് പിന്നെ സത്യമായിരിക്കും, 100% സത്യമായിരിക്കും. എന്താ ചാനലിൽ വന്നതാ? ഇന്ന് ചാനലിൽ വന്നെങ്കിലും ഞങ്ങൾക്ക് പറയാൻ പേടിയാ. എന്താ കാരണം? അത് സത്യം ആകാതിരിക്കാനാണ് കൂടുതലും സാധ്യത. ലോകത്ത് ഖിയാമത്ത് നാളാകുമ്പോൾ കാര്യങ്ങളൊക്കെ ഉൾട്ടാ പൾട്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ഉസ്താദ്മാരൊക്കെ പണ്ട് പല ഉദാഹരണങ്ങൾ പറയാണ്ട്, ഇന്ന് നമ്മളെ കൺമുന്നിൽ നേരെ ഈ ഉദാഹരണങ്ങളൊക്കെയാ കാണാം. പണ്ടൊരു ചാനൽ കാണുമ്പോൾ നമുക്കത് 100% വിശ്വസിക്കായിരുന്നു. ഞാൻ എല്ലാ മീഡിയക്കാരെ കുറ്റപ്പെടുത്തല്ല, ഞാൻ പറഞ്ഞു വന്നത് ഹിജാബ് മുസ്ലിമിനോട്, മുസ്ലിമത്തായ പെണ്ണിനോട് അല്ലാഹു തആല പഠിപ്പിച്ച നിയമമാ. ഏത് ഹിജാബ്? വീട്ടിലുള്ള സമയത്തുണ്ട്, വീട്ടിന്റെ പുറത്ത് വരുമ്പോഴുണ്ട്. വഇദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഓ മനുഷ്യ, ഏതെങ്കിലും ഒരു അന്യ പെണ്ണുള്ള വീട്ടിന്റെ അകത്തേക്ക് നീ കയറി ചെന്നാൽ, ഏതെങ്കിലും അന്യ പെണ്ണുള്ള ഒരു വീട്ടിലേക്ക് നീ അങ്ങ് കയറി ചെന്നാൽ, ആ അന്യ പെണ്ണുള്ള വീട്ടിൽ ആ അന്യ പെണ്ണിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ
പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവിടെ നീ ഹിജാബിന്റെ നിയമം പാലിക്കണം. ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഒരു മറയുടെ പിന്നിൽ നിന്നിട്ടല്ലാതെ ആ മറയുടെ അപ്പുറത്തുള്ള പെണ്ണിനോട് നീ ചോദിക്കാൻ പാടില്ല. വീട്ടിന്റെ അകത്തുള്ള ഹിജാബിനെ പാലിക്കേണ്ടതാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ദാലികും അത്വറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. അങ്ങനെ നിങ്ങൾ സൂക്ഷ്മത വെച്ച് പുലർത്തിയാലോ അത് നിങ്ങളുടെ മനസ്സിനും അവരുടെ മനസ്സിനും നല്ലതാ. കാരണം എന്ത്? മറ്റൊരു വീട്ടിൽ കയറിയിട്ട് ആ വീട്ടിലുള്ള അന്യ പെണ്ണിലേക്ക് നീ ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ നിന്റെ കൽബിൽ തെറ്റായ വിചാരമുണ്ടാകാൻ ഇടയുണ്ട്. അവൾ നിന്നിലേക്ക് നോക്കിയാൽ അവളുടെ കൽബിലും തെറ്റായ വികാരമുണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് നോക്കണ്ട. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. ഉമ്മമാരെ, നിങ്ങളോട് ഹിജാബിന്റെ ബാക്കി എന്ന നിലയ്ക്ക് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന. സ്ത്രീകൾ അവരുടെ സൗന്ദര്യമുണ്ടല്ലോ, ആ സൗന്ദര്യം അന്യർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. സ്ത്രീകൾ അവരുടെ സൗന്ദര്യമുണ്ടല്ലോ അന്യർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. ഉറൂസിന് വരുന്ന ഉമ്മമാരെ, ഉറൂസിന് വരുന്ന പെൺകുട്ടികളെ, ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ പറയുമ്പോ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ അടുത്ത് എന്നോട് എന്ന് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾക്ക് ഇപ്പൊ ചമ്മ വേറെ ഫാൻസിങ് ആയിടാറ് ഉസ്താദ്. ഒരു 30 മിനിറ്റിന്റെ ഒരു ക്ലിപ്പ് എൻ്റെ കട്ടാക്കിയിട്ട് നോക്കുമ്പോൾ വേറെ മുസ്ലിമീങ്ങളല്ല ചില ആളുകൾ പ്രചരിപ്പിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഹിജാബ് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും വേണല്ലോ ഹിജാബ് എന്ന് ಧರ್ಮಗುರುಗಳೇ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಅಂತ. ಇವರ ಧರ್ಮಗುರುಗಳೇ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಒಳ್ಳೆಯ ಧರ್ಮಗುರು എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, നമ്മളെ മക്കളോട് നമ്മളെ പെങ്ങന്മാരോട് നമ്മൾ വാല് പറയും. പരിപൂർണതയുള്ളവർ ആരാ ഉള്ളത്? ഒരു മതത്തിലുമില്ല. ഒരു മതത്തിന്റെ നിയമം പൂർണ്ണമായും ഫോളോ ചെയ്യുന്നവരുണ്ട്, അർദ്ധം പർദ്ധ ഫോളോ ചെയ്യുന്നവരുണ്ട്. അതെല്ലാ മതത്തിലുണ്ട്. അപ്പൊ നമ്മളെ സമുദായത്തിലുള്ളവരോട് നമ്മൾ പറയും, നിങ്ങൾ പൂർണ്ണമായും ഫോളോ ചെയ്യണം, എല്ലായിടത്തും വേണം. ഒരിടത്തുണ്ടെങ്കിലോ അതിന്റെ പ്രതിഫലം കിട്ടും, എല്ലായിടത്തും കിട്ടിയാലോ എല്ലാത്തിന്റെ പ്രതിഫലം കിട്ടും. എന്നാൽ അതിനെ മറ്റുള്ളവർ ഒളച്ചൊടിച്ചിട്ട് ക്ലിപ്പാക്കി നടന്നാൽ അപ്പൊ ഞങ്ങൾക്ക് എത്ര ക്ലിപ്പ് കിട്ടും? പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയങ്ങളൊന്നും അതല്ല എന്ന് കരുതിയിട്ട് ഇസ്ലാമിന്റെ നിയമം നമ്മുടെ സഹോദരിമാരോട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സൗന്ദര്യം അന്യർക്ക് മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വലിയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. നിങ്ങളതാ മറക്കണേ, നിങ്ങൾ മക്കന ഇടണേ, നിങ്ങൾ ശാല ഇടണേ. ഏത് മക്കനയാണ് നിങ്ങൾ ധരിക്കേണ്ടത്? ഏത് ശാലാണ് നിങ്ങൾ ധരിക്കേണ്ടത്? പഴയ കാലത്ത് ഒരു എൽസറ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. ഇവിടെ മാടന്നൂർക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എൽസറ. അപ്പൊ അന്നൊക്കെ പറയുന്നത് എൽസറ. ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാ. എൽസറ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാൻ, ഇല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പോയാൽ ഉള്ളിലുള്ള ബെഡ്റൂമിന് പറയും മുറിയത്ത്. ഇന്ന് കുട്ടികളോടൊക്കെ മുറിയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ കളസയിലുണ്ട് പഴയ വീട്, ഞങ്ങളുടെ തറവാട് വീട്. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ കിടന്നിരുന്ന റൂം മുറിയ, എൻ്റെ വെല്ലുമ്മാൻ്റെ റൂം. അള്ളാഹുത്തെ ഞങ്ങളെ വല്യപ്പമാർക്കൊക്കെ ആഫിയത്തുള്ളത് ഇവരുടെ. അപ്പൊ അതിന് മുറിയത്ത് എന്നാ പറയാ. എന്നാ ടോയ്ലറ്റിന് എന്താ പറയാ? അന്തർത്ത് എന്ന് പറഞ്ഞ അന്തറ എന്ന് പറഞ്ഞ ഉള്ളിൽ പറയാം. അങ്ങനെ വന്നതാ അത് അന്തർത്ത്. അപ്പൊ ഞാൻ അന്തർത്ത് പോയി വരാം, ഇന്ന് വാഷ്റൂമിൽ പോയി വരാം. പിന്നെ അന്തർത്ത്, പിന്നെ ടോയ്ലറ്റും പോയി, ബാത്റൂമെല്ലാം പോയി, ഇപ്പൊ വാഷ്റൂമായിരിക്കുക. ഞാൻ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പണ്ടൊരു എൽസറ എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നു. എൽസറ. ഇന്ന് ആർക്ക് എൽസറ? ഇന്ന് ചുറ്റി തീർന്നില്ല. ഞങ്ങൾക്ക് പേടിയാണ് ഈ വായിന്റെ ഇതിന്റെ നടുവിലുണ്ട്. ഇനിയിപ്പോ ഇത് ക്ലിപ്പാക്കാൻ പോയിരണ്ട. നമ്മൾ ഇസ്ലാമിന്റെ നിയമല്ലേ പറയണത്.
ഇപ്പൊ ക്ലിപ്പാവും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം പറയാതിരിക്കാൻ പറ്റും നമ്മളെ മുസ്ലിം പെൺകുട്ടികളോട്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കടിച്ചിട്ടുണ്ട്, ഇങ്ങനെ തൂസി കടിച്ചു വെച്ചിട്ട് ഗുണ്ടു സൂചി. ഇതിപ്പോ കൊണ്ടുപോയിട്ട് എവിടേക്കെങ്കിലും സ്ഥലത്ത് കുത്താനുണ്ട്, കുത്തണമെങ്കിൽ ഇത് ചുറ്റിട്ട് തീരണ്ടേ. لن يدخلن الجنة ولا يجدن ريحها وإن ريحها لتوجد من مسيرة كذا وكذا أشرف الخلق محمد رسول الله صلى الله عليه وسلم. അങ്ങനെയുണ്ട്. ഒട്ടകത്തിന്റെ മുകളിലുണ്ടല്ലോ വെള്ളം സൂക്ഷിച്ച്. ഒട്ടകം എന്ന് പറഞ്ഞാൽ മറുഭൂമിയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയ ഒട്ടകം. അതുകൊണ്ട് മൂപ്പർക്ക് എപ്പോഴും മൂപ്പര ദേഹത്ത് തന്നെ എന്ത് വേണം? വെള്ളം ഫീഡ് ചെയ്ത് വെക്കണം. അതിങ്ങനെ ഫീഡ് ചെയ്ത് വെക്കാൻ ഒരു സ്ഥലമുണ്ട്. അതിങ്ങനെ നടക്കുന്ന സമയത്തുണ്ട് ആ ഫീഡ് ചെയ്ത സ്ഥലം അതിനൊരു ചാഞ്ചാട്ടം ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാവും എന്നതുപോലെ ചില സ്ത്രീകളുണ്ട്. ഇത് ചുറ്റി 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 ചുറ്റിട്ട് ഓർമ്മത്തൊക്കെ ഫിക്സ് ആക്കുക നോക്കുമ്പോൾ ഒരു അരഗണ്ട വേണം. പിന്നെ പലയുടെ നടുവ് സിക്കുവാട്ടത് ഇത് ഗണ്ടു സൂചി എടുത്തിട്ട് പിന്നെ ഇടകുത്ത് പാടില്ല. ഉമ്മ നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാനല്ല. ഇന്നിപ്പോ ചില പെൺകുട്ടികളിലേക്ക് നോക്കിയാലോ, ചിലപ്പോ ഇത് തുറന്നു നോക്കിയെങ്കിൽ വലിയ ചന്തം വെക്കാല, ഇത് മാത്രം നോക്കിയെങ്കിലും നോക്കിക്കൊണ്ടേക്ക എല്ലാം ഇപ്പൊ ഇതിലാണ്. അതുകൊണ്ടല്ലേ കണ്ണ് സൂക്ഷിക്കാൻ ഇസ്ലാം പറഞ്ഞ നോട്ടം ഹറാമാണ്, ഹറാമായ നോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള കളികൾ നിർത്തണം, അവസാനിപ്പിക്കണോ. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഇസ്ലാമിന്റെ ഹിജാബ് പൂർണ്ണമായും നിയമം പാലിക്കണേ. എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, വലാ യദ്രിബ്ന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. പെണ്ണേ, നിന്റെ നടത്തത്തിൽ ഒരു സൗമ്യത വേണം. നീ ചാടി തുള്ളിയിട്ട് നടക്കാൻ പാടില്ല, ചാടി തുള്ളിയിട്ട് നടക്കാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്നറിയോ? ഒരു ആണാകട്ടെ ഒരു പെണ്ണാകട്ടെ, ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്നറിയോ? അവന്റെ സ്വഭാവമാ, അവന്റെ ലജ്ജയാ. സ്വഭാവം നന്നാക്കണം. സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് ഇവിടെ വന്നിട്ട് 5 കൊല്ലായി എന്നാ പറയുന്നത്. 5 വർഷമായി. ഇന്നിപ്പോ ഒരു മഹലിൽ 5 വർഷമല്ല നിൽക്കാൻ വലിയ ഇടങ്ങേറായി, വലിയ പെട്ടെന്ന് തന്നെ കഴിയാല. അപ്പൊ നോക്കുമ്പോ എന്താ നല്ല സ്വഭാവം, എല്ലാരെയും പരിഗണിക്കുന്ന നല്ല സൽസ്വഭാവം. ഹബീബായ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചൊറുക്ക് കൂട്ടണ 2 സംഗതി ഉണ്ട്. ഒന്ന് സ്വഭാവം. സ്വഭാവം ശരിയാവാത്തവന്റെ എത്ര ഭംഗിയുണ്ടെങ്കിലും അവന്റെ അടുത്ത് പോയി നിൽക്കാൻ തോന്നുക. അവന്റെ ചന്ത അവന്റെ മരകെട്ടിട്ട് ചന്ത അവന്റെ കോലത്തേക്ക് ഇത്ര മണ്ണിടാൻ പോണ്ട, സുറുമ ഇട്ടാ മതി. അവന്റെ കോല മുട്ട പോയി നിക്ക് നിന്നിട്ട് ഒരു പൽക്കവൽക്കര തീരുവാ. എന്താ കാരണം? സ്വഭാവം പോരാ, പറ്റൂല. ഒരാണായാലും ഒരു പെണ്ണായാലും അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗന്ദര്യം ഒന്ന് സ്വഭാവമാണ്, മറ്റൊന്ന് ലജ്ജയാണ്. പെണ്ണിന് എപ്പോഴും ലജ്ജ വേണം, നടത്തത്തിൽ ലജ്ജ വേണം. അതുകൊണ്ട് നീ നടക്കുമ്പോൾ നിന്നിൽ മറഞ്ഞു കിടക്കുന്ന സൗന്ദര്യമുണ്ടല്ലോ, ആ നടത്തത്തിന്റെ ഒച്ച കാരണമായി മറ്റുള്ളവൻ അറിയണ്ട. നടക്കുമ്പോ സൂക്ഷിക്കണേ, പതുക്കെ നടക്കണേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയോ, അലിയാര് തങ്ങളുടെ ചരിത്രം മറക്കണ്ട. എല്ലാ മതവിഭാഗക്കാര് കേൾക്കാൻ വേണ്ടി പറയുകയോ, പരിശുദ്ധ ഇസ്ലാം ഒരു മതത്തോടും മത്സരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു മതത്തോടും മത്സരിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അലിയാര് തങ്ങൾക്ക് വേദനയായപ്പോ ഒരാള് വന്നിട്ട് അടിച്ചു കുത്തി വേദനിപ്പിച്ചപ്പോ സമനിലയിലേക്ക് തിരിച്ചു വന്ന അലിയാര് തങ്ങള് കൂടെയുള്ള കൂട്ടുകാരോട് ചോദിക്കുകയാണ്, എന്നെ അടിച്ച് വേദനിപ്പിച്ചവൻ എവിടെയാ? അപ്പോഴാ കൂട്ടുകാര് പറഞ്ഞത്, അഖദ്നാഹു, ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അലിയാര് തങ്ങൾ പറഞ്ഞു, അടിക്കല്ലേ, അവൻ
അവനെ അടിക്കല്ലേ, എന്നെ അടിച്ചവനാണോ അവനെ നിങ്ങൾ അടിക്കല്ലേ കൂട്ടുകാരെ. അവൻ ചിലപ്പോ ഭക്ഷണം കഴിക്കാനിടയില്ല, അതുകൊണ്ട് എന്റെ ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണം അവന് കഴിക്കാൻ കൊടുക്കൂ. എന്റെ പാനീയമുണ്ടല്ലോ ആ പാനീയം അവന് കുടിക്കാൻ കൊടുക്കൂ. അവനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ അലിയാർ തങ്ങളുടെ പിൻഗാമികളായ മുസ്ലിമീങ്ങള് സ്വന്തം അടിച്ച് കുത്തി നിലത്ത് വീഴ്ത്തി വേദനിപ്പിച്ച ആലിയാർ തങ്ങളില്ലേ, ആലിയാർ തങ്ങൾ പറഞ്ഞതായത് ആലിയാർ തങ്ങളുടെ പിൻഗാമികളായ നമുക്ക് ഒരു മതവിശ്വാസികളോടും മാത്സര്യ ബുദ്ധി ഇല്ല. പക്ഷേ ചില സമയങ്ങൾ വരുമ്പോ, വിവാദങ്ങൾ വരുമ്പോ ശബ്ദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമുക്ക് ഒരു സ്വാതന്ത്ര്യം വേണം. ഇന്ത്യ മഹാരാജ്യത്തിന് ലഭിച്ച ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം എന്താ? ഇന്ത്യ രാജ്യത്തിനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ. ഇന്ത്യ എന്നത് ഡെമോക്രാറ്റിക് കൺട്രിയാണല്ലോ. ഇതൊരു പൊളിറ്റിക്കൽ സ്പീച്ചായി മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ല. ആ ഭാഗമൊന്ന് സ്പർശിച്ചതുകൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ. ഓരോ മതവിശ്വാസിക്കും അവനവന്റെ മതം നിഷ്കർഷിക്കുന്ന രൂപത്തിൽ നടക്കാൻ പറ്റിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഞങ്ങള്. അറിയുമോ, എല്ലാ ദിവസവും 5 നേരം ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് നെറ്റ് കൊണ്ടുപോയി വെക്കുന്നവനാ മുസ്ലിം. എല്ലാ ദിവസവും കേൾക്കണേ, ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്തോട് എത്ര വലിയ സ്നേഹമുണ്ട്. സൃഷ്ടാവായ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോ ഈ രാജ്യത്തുള്ള മുസ്ലിം മനുഷ്യ മക്കളുണ്ടല്ലോ, അവരുടെ ഏറ്റവും ശരീരത്തിൽ വിലപിടിപ്പുള്ള സ്ഥലം, ശരീരത്തിലെ ഏറ്റവും മഹത്വമേറിയ സ്ഥലം, ഒരാളെ മുന്നിലും തല കുണിക്കാൻ മനസ്സ് കാണിക്കാത്ത തല, ആ തലയിലുള്ള ഏറ്റവും ബഹുമാനമുള്ള ഇടം നെറ്റിത്തടമാണല്ലോ. ആ നെറ്റിത്തടം എല്ലാ ദിവസവും 5 നേരം ഈ രാജ്യത്തുള്ള മുസ്ലിം മനുഷ്യ മക്കൾ കൊണ്ടുപോയി ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലത്താ വെക്കുന്നത്. ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് രാജ്യത്തോട് വലിയ സ്നേഹമാ. അതുകൊണ്ട് പറയട്ടെ, നമുക്ക് നമ്മുടെ മതത്തിന്റെ നിയമമനുസരിച്ച് ജീവിക്കാൻ അവസരം തന്നേ പറ്റൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞതിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ കൂടുതൽ പറയാൻ സമയമില്ല. ചെറുപ്പക്കാരാ, അനാചാരങ്ങളിൽ നിന്ന് മാറി നിന്നോ. പരിശുദ്ധ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവനാകണ്ട. എനിക്ക് ഏറ്റവും വലിയ വിലാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ചെറിയ വിലാസമല്ലല്ലോ. ഞാനൊരു മുസ്ലിമാണ്. എടാ, മുസ്ലിമിന്റെ ഓരോ പ്രവർത്തനം ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാ. ഞാൻ കാരണമായി പരിശുദ്ധ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ പറ്റൂല. കുന്തും ഖൈറ ഉമ്മ, ഖുർആൻ പറഞ്ഞതല്ലയോ, ലോകത്ത് ഏറ്റവും വലിയ ഉത്തമ സമുദായമാണ് നിങ്ങള്. അതുകൊണ്ട് നമ്മിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവനാകണ്ട. അറിയുമോ, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി മടന്നൂരിൽ അന്തിയുറങ്ങുന്ന മഹാന്മാരുടെ മുറ്റത്ത് ഈ അനുഗ്രഹീതമായ പള്ളിയുടെ ചാരത്ത് കുത്തിരുന്ന് ഈ നൗഫലിന്റെ സംസാരം ശ്രവിക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ എന്റെ ചേട്ടാനുജന്മാരായ ചെറുപ്പക്കാര്, മറക്കപ്പുറത്തിരുന്ന് എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, യൂത്തുകാരോട് പറയട്ടെയോ, ഫ്രീക്കന്മാരോട് പറയട്ടെയോ, കൗമാര പ്രായമുള്ള ആണുമക്കളോട് പെണ്ണുമക്കളോട് പറയട്ടെയോ, നിങ്ങൾ കേൾക്കേണ്ട ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ കേൾക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ എന്റെ വിദ്യാർത്ഥികളെ മുതഅല്ലിമീങ്ങൾക്കറിയാം ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥമേതാ? പരിശുദ്ധ ഖുർആനാണല്ലോ. ആ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ആധികാരികമായ ഗ്രന്ഥമേതാണ്? ലോകത്ത് ഏറ്റവും വലിയ പ്രാമാണികമായ ഗ്രന്ഥമേതാണ്? അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ലോകത്തെ ഏറ്റവും വലിയ ആധികാരികമായ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ക്രോഡീകരിച്ച മഹാനാണ് ഇമാം ബുഖാരി തങ്ങള്. ഇമാം ബുഖാരി തങ്ങൾ എത്ര വലിയ മഹാനെന്നറിയോ? പള്ളിയുടെ ഉള്ളില് പള്ളി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ബഹുമാനമുള്ള ഇടം. ബുഖാരി ഇമാമ് പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ദർസ് ചൊല്ലി കൊടുക്കുക, മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുക ശിഷ്യന്മാർക്ക്. അപ്പണ്ട് ഒരാള് ഈ കൂടുതൽ താടിയുള്ള ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താടിയും പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ 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 എല്ലാക്കി ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ എന്താ ബെൽത്തിറ കറുത്തിട്ടേ ഉണ്ടാ, അതിന് കണ്ണാടിയിലേക്ക് മുന്നിൽ പോയി നോക്കിയാൽ പോരാ, ഇപ്പൊ ഇങ്ങനെ കാണിക്കേണ്ട, ഇങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ താടി ഇങ്ങനെ പള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? ബുഖാരി ഇമാമിന്റെ ചരിത്രത്തിൽ കാണാം, ഇമാം ഹാഫിദ് ഇബ്നു അസ്കലാനി മഹാനവർക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുന്ന കാണാം. ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്, ഇടക്ക് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ എന്തോന്ന് ഇങ്ങനെ സിക്കിട്ട് നിൽക്കുന്നല്ലേ, സിക്കിട്ട് നിൽക്കുന്നത് മെല്ലെ ഇങ്ങനെ എടുത്തിട്ട് ഇയാൾക്ക് മനസ്സിലാണില്ല ഇതെന്താക്കണോ ഏടക്ക് ഇടണോ എന്ന് ഇയാൾക്ക് അറിയുന്നില്ല. അപ്പൊ നിങ്ങളെ ഭാഷയിൽ എന്നെ പറയാം, ഏടക്ക് ഇടണോ എന്ന് ഇയാൾക്ക് അറിയണില്ല. അപ്പൊ ഇയാൾ എന്താക്കിയെന്നറിയോ? ഇയാൾ ഇതിന് മെല്ലെ എടുത്തിട്ട് ആരും കാണാത്ത രൂപത്തിൽ മെല്ലെ എടുത്തിട്ട് ഇയാൾക്ക് കീശുണ്ട്, കീശന്റെ ഉള്ളിൽ ഇട്ടാൽ മതിയായിരുന്നു, അത് ഇടണില്ല. എന്താ കാരണം? ഓ നിന്റെ കീശലിട്ട് വേണ്ട, പൈസ ഉണ്ട്. ഇത് മൂപ്പർ മെല്ലെ എടുത്തിട്ട് അപ്പുറം ഇത് കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ. ബുഖാരി തങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ട്. ബുഖാരി തങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ടാവും. നമ്മളിപ്പോ ഈ ഭാഷയിലൊക്കെ സംസാരിച്ച തിരുവനന്തപുരത്തുകാർ പറയാം, ഉസ്താദെ വേറെല്ലാം കേട്ട് ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞത് ഗൊന്തായില്ല ഉസ്താദെ. നോക്കുമ്പോ എന്ത് ഞങ്ങൾ ഈ ബാനെ പോനെ ഭാഷയിൽ മിണ്ടിയെ, അപ്പൊ ഓർക്ക് ഗൊന്തായില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ബുഖാരി മാം എന്ത് ചെയ്യുന്നറിയോ? ബുഖാരി മാം കാണാത്ത രൂപത്തിൽ നടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ബുഖാരി മാമം എല്ലാം എന്ത് ചെയ്തു എന്നറിയോ? ഇതങ്ങ് എടുത്തു. ഇയാൾ പള്ളിയിലിട്ട് ഈ സാധനം എടുത്തിട്ട് ബുഖാരി മാമ കീശയിലിട്ടു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പള്ളിന്റെ പുറത്തു പോയതിനു ശേഷം കീശന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു. അതാ ബഹുമാനം, പള്ളിയോടുള്ള ബഹുമാനം. ആ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി യാത്ര നടത്തുകയാണ്. ചെറുപ്പക്കാരാ, നമുക്ക് ദീനിനോട് വലിയ കടപ്പാടുണ്ട് മോനെ. തുള്ളിക്കളിക്കാനുള്ളവരല്ലടാ ഞാനും നീയും. ദീനിനോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. ബുഖാരി ഇമാം കപ്പലിൽ കയറി യാത്ര ചെയ്യുകയോ, ഹദീസ് തേടാൻ പോകുന്നു. ആ യാത്രയിൽ ബുഖാരി ഇമാമിന്റെ കൂടെ 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. 1000 സ്വർണ്ണ നാണയങ്ങൾ ബുഖാരി ഇമാമിന്റെ കൂടെയുണ്ട്. ബുഖാരി ഇമാമ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ കപ്പലിലുള്ള ഒരാള് ബുഖാരി ഇമാമിന്റെ അടുത്തേക്ക് വരുന്നു. ബുഖാരി ഇമാമിനോട് വലിയ ലോക്യമുള്ളതുപോലെ നടിക്കുകയാണ്. ബുഖാരി ഇമാമിനോട് വലിയ ലോക്യമുള്ളതുപോലെ നടിക്കുകയാണ്. ബുഖാരി ഇമാമ മനസ്സിലാക്കി. ഇയാളെ കണ്ടപ്പോ അങ്ങനെ ഉണ്ടല്ലോ ചില മനുഷ്യന്മാർ ഞങ്ങളെ മുട്ട വന്നിട്ട് കുഞ്ചിക്ക് കൈവച്ച് വൽക്കരിയുമ്പോ ഞങ്ങ പെരിക്കടാവോ നല്ല മനസ്സാ ഒണ്ടിൽ എന്തും ചൊല്ലാ തൊന്തരല്ലാണ് 6 ചൊന്നെങ്കു ആവും ഔണ്ടയിൽ ചൊന്നറണ്ട വേറെ 6 ചൊന്നെങ്കു ആവും ഔണ്ടയിൽ ചൊന്നറണ്ട. എന്താ കാരണം ഒന്നുണ്ടാ അവണ് നന്റെ കുഞ്ചിൽ കൈവച്ച പോലെ പിന്നോർത്തറ കുഞ്ചിക്കും കൈവയ്ക്കട. നന്റെ കുഞ്ചിക്ക് കൈവച്ചിട്ട് നണ്ടട്ടുള്ള മാഹിത്തി കലക്ട് ആക്കിയ പോലെ പിന്നൊരുത്തറ കൈയിടും അവിടെ മാഹിത്തി ചൊല്ല അവിടെ മാഹിത്തി കലക്ട് ആക്കട. അതുകൊണ്ട് കുഞ്ചിക്ക് കൈവയ്ക്കട ജാഗ്രത ജാഗ്രത എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു ഈ തോളത്ത് കൈവച്ച കൈയിട്ടില്ല എന്തേ ഞാൻ കുർദായിട്ട് പോണ്ടേ. അങ്ങനെ ഒരു കാലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അങ്ങനെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു തോളത്ത് കൈവച്ചാൽ കൈയിട്ടില്ല ഞാൻ കുർദായിട്ട് പോണ്ടേ എന്ന് പറയുന്ന ഒരു കാലുണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് ബുഖാരി ഇമാം പറഞ്ഞു ഈ കപ്പലിലുള്ളവൻ എന്ത് ചെയ്തു?
അവർക്കൊക്കെ ദീനിനോട് കാണിച്ച കടപ്പാട് നോക്കൂ നിങ്ങൾ. ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? എന്റെ അടുത്ത് വന്നു, എന്നോട് വലിയ ബന്ധമുള്ളവനെ പോലെ കളിച്ചു. ബുഖാരി ഇമാം പറയാണ്, ഞാൻ മനസ്സിലാക്കി ഇവന് നല്ല വിശ്വസിക്കാൻ പറ്റിയവനാണ് എന്ന്. ഞാൻ പല സ്വകാര്യങ്ങളും പറഞ്ഞു. ആ സ്വകാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇവനോട് പറഞ്ഞു, മനുഷ്യ ആരോടും പറയണ്ട, എന്റെ കയ്യിൽ 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. വമഈ അൽഫു ദീനാർ, എന്നോടൊപ്പം 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഈ മനുഷ്യനാണെങ്കിലോ ഏറ്റവും വലിയ കള്ളനാണ്, വലിയ കള്ളനാണ് ഇവൻ. ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങിയപ്പോ ഈ കള്ളൻ എന്ത് ചെയ്തു? ഈ 1000 സ്വർണ്ണ നാണയങ്ങൾ കട്ടെടുക്കാൻ പോയില്ല. വലിയ കള്ളം. കള്ളോന്ന് പറഞ്ഞാൽ വലിയ പ്രാക്ടീസ് ഉള്ള കള്ളം, ചെറിയ കള്ളമൊന്നുമല്ല. ഞാനൊരു സ്ഥലത്ത് ഒരു പള്ളിയിൽ പോയിട്ട് ജുമാ കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ടിരിക്കുക. അപ്പൊ ഒരു ചെമ്മൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദ് മുഹറമില് നോമ്പ് ജണ്ടാവൊന്നാണ്. മുഹറമില്, അത് മുഹറം മാസമായിരുന്നു, മുഹറമില് നോമ്പ് ജണ്ടാവൊന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മുഹറമിൽ 2 നോമ്പുണ്ട്, ഒന്ന് ആശൂറ താസുവ, മുഹറം 10 കൊന്നുണ്ട്, ഒലിമ്പ ഒന്നുണ്ട്. അപ്പൊ എനിക്ക് ഇയാളെ കണ്ടപ്പോ ഭയങ്കര സ്നേഹം തോന്നി. കാരണം അങ്ങനൊക്കെ ഒരു ചോദിക്കണമെങ്കിൽ അതൊരു നോമ്പ് നോക്കാനുള്ള താല്പര്യത്തോടല്ലേ ചോദിക്കണേ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ ശേഷം പള്ളിയിൽ നിന്ന് വേറെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് അവൻ എന്തിനാ മുണ്ടി ചെയ്യുന്നു, അവനിവിടെ എന്താ ഗുണഗുണാക്കിയൊന്നല്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിക്കുമേ അവൻ എന്ത് ഗുണഗുണാക്കട്ടെ, നാണോ നിങ്ങൾക്ക് എന്തിക്ക്, അല്ല വിഷയം എന്നല്ലേ, എന്തിനാ ഇയാൾക്ക് അതിന്റെ ആവശ്യം. അപ്പൊ ഇയാൾ പറഞ്ഞു, അല്ല ഉസ്താദ് അവൻ്റെ ഒരു വിഷയമല്ലോ ഉണ്ട്. അപ്പൊ എനിക്കൊരു രസം തോന്നി, വിഷയം ചൊല്ലുമ്പോ ഒരു രസം നീട്ടായിക്കോ. അപ്പൊ ഞാൻ നിങ്ങും കൂടി അർത്ഥാക്കണായ വിഷയാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി രസം തോന്നി. അതിൽ പറയാൻ പറ്റിയ മാറ്ററായ ഒരു പുതിയ മാറ്റർ ഇപ്പൊ എന്ന് ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെ നല്ല വിഷയങ്ങൾ മാറ്റി മാറ്റി പറയണം. ഇന്നലെ ഇന്തവെട്ടിൽ പറഞ്ഞ വിഷയാകാൻ പാടില്ല, ഇന്ന് മിഞ്ഞാന്ന് അയ്യങ്കേരി കൊടകിൽ പറഞ്ഞ വിഷയാകാൻ പാടില്ല. ഇപ്പൊ ഇന്നത്തെ വേല കഴിഞ്ഞ് നാളെ സാണൂർ ഉറൂസിന്റെ സമാപന വേളാണ്. ഇനി മറ്റന്നാള് പകൽ ഗാന്ധിനഗറിൽ ഒരു വേലുണ്ട്, രാത്രി വേറൊരു സ്ഥലത്ത് വേലുണ്ട്. ഇതെല്ലാ ദിവസവും ലൈവ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും പറഞ്ഞത് പറയാൻ പറ്റും. ഇയാൾ എന്തരല്ല വാവ ചൊന്നതേ ചൊല്ലല വാവ. നിങ്ങൾക്ക് ഇരുന്നിട്ട് കേൾക്കാം ചൊല്ലതര കഷ്ടപ്പാട് നക്കുന്നുണ്ട് റബ്ബുകെ കൊന്തോവാ, നക്കുന്നുണ്ട് റബ്ബുകെ ചൊല്ലതര കഷ്ടപ്പാട് കൊന്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്താ ഇയാൾക്ക് കുഴപ്പം. അപ്പൊ പറഞ്ഞു, നന്റെ മോളുടെ മങ്ങിൽ തപ്പ നാൻ നന്റെ ഔത്തുക്ക് പൈൻറ്റ് അടിക്കൊണ്ടോ കുട്ടിയോ വന്നെ ഓണ്ടോ മുഹറമുക്ക് നോമ്പ് ജണ്ട വന്നാണ്ട് കേട്ടോണ്ടോ ഓണ് വന്നു പോയ പിന്നെ ബംഗാറ് കാണില്ലേ, ഓൺ പൈൻറ്റ് അടിക്കോ വന്നോ, ഓൺ പൈൻറ്റ് തന്ന ബംഗാറും പോയാ. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ പഠിച്ചിട്ട് കക്കണ മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? ബുഖാരി ഇമാമിനെ കൂടെ 1000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഈ മനുഷ്യന് കട്ടെടുക്കാൻ പോയില്ല. കട്ടെടുത്ത മറ്റുള്ളവരൊക്കെ പിടിച്ചാലേ ബുഖാരി ഇമാം എന്റെ അടുത്ത് ഉള്ള പൈസ കാണുന്നില്ല എന്ന് പറഞ്ഞ എല്ലാവരും നോക്കി പിടിക്കൂലേ. കപ്പലല്ലേ, രക്ഷപ്പെടാൻ പറ്റുമോ? കപ്പലാകുമ്പോ രക്ഷപ്പെടാൻ പറ്റും. ബസ്സാകുമ്പോ നമുക്ക് പലയിടത്തും നിർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങാം, കാറാകുമ്പോ നിർത്താം. കപ്പലിൽ നിന്ന് ഇറങ്ങാൻ പോകാൻ പറ്റുക? അവർക്ക് ദ്വീപ് പോയി നോക്കണം, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ എന്ത് ചെയ്തു? രാത്രി സമയത്ത് വല്ലാത്ത ബഹളം, കരച്ചില്. ഈ കരച്ചില് കേട്ടപ്പോ കപ്പലിലുള്ള എല്ലാ ആളുകളും ഉണർന്നു. ചോദിച്ചു, എന്തിനാ മനുഷ്യ കരയുന്നത്? അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ കരയാനുള്ള കാരണോ എന്റെ കൂടെ 1000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. എത്ര വലിയ കള്ളനായിരിക്കും ഇയാളെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 1000 സ്വർണ്ണ നാണയങ്ങൾ ഉള്ളത് ഇവന്റെ കയ്യിലല്ല, ബുഖാരി ഇമാമിന്റെ കയ്യിലാ. ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടിയുള്ള യാത്രക്ക് ഉപകരിക്കാൻ ശേഖരിച്ചു വെച്ചതാ. ആ സ്വകാര്യം ബുഖാരി ഇമാം ഇവനോട് പറഞ്ഞു എന്നതാ തെറ്റ്. ഇവനപ്പ നാടകം കളിച്ചു, എന്നോടൊപ്പമുള്ള 1000 സ്വർണ്ണ നാണയം കാണുന്നില്ല.
അപ്പൊ എല്ലാ കപ്പലിലുള്ളവരൊക്കെ തീരുമാനിച്ചു. എന്താ തീരുമാനം? നമുക്ക് ഓരോരുത്തരുടെ ബാഗ് തിരയാം. ആരുടെ ബാഗിലാണ് 1000 ദീനാർ ഉള്ളത്, അയാളാണ് കട്ടെടുത്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോഴാ ബുഖാരി ഇമാം ചിന്തിക്കുന്നത്, മുസ്ലിമേ, ഈ ചരിത്രത്തിന്റെ വിഷയം കിടക്കുന്നത് ഇവിടെയാ. ഒന്ന് ഉണർന്ന് കേട്ടോ. ബുഖാരി ഇമാം ചിന്തിക്കുകയാണ്, ഇപ്പൊ എന്റെ ബാഗിലാണല്ലോ 1000 സ്വർണ്ണ നാണയങ്ങൾ ഉള്ളത്. ഈ സ്വർണ്ണ നാണയമുണ്ടല്ലോ, ഈ സ്വർണ്ണ നാണയം ഇപ്പൊ എന്റെ ബാഗിൽ ഉണ്ടായാൽ ഈ കപ്പലിലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഞാനൊരു കൊള്ളയടിക്കുന്നയാളാണ് എന്നല്ലേ, ഞാനാണ് കട്ടെടുത്തത് എന്നല്ലേ. അങ്ങനെ വന്നാൽ എന്താ വരിക? എന്റെ പേരിനൊരു കുറവ് വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്കൊരു വിലാസമുണ്ട്. എന്താണ് വിലാസമെന്നറിയോ? ഞാനൊരു ഹദീസ് പണ്ഡിതനല്ലേ, 1000 സ്വർണ്ണ നാണയം കട്ടെടുത്തവനാണ് ഞാനെന്ന് കപ്പലിലുള്ളവർ തെറ്റിദ്ധരിച്ചാൽ, ഞാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മുഴുവനും വ്യാജമായ ഹദീസുകളാണെന്ന് നാട്ടുകാര് പറഞ്ഞ് അത് തള്ളിക്കളയൂല്ലേ? അപ്പൊ തള്ളപ്പെടുന്നത് എന്താണ്? എന്റെ വാക്കല്ലല്ലോ, തള്ളപ്പെടുന്നത് എന്റെ വാക്കല്ലല്ലോ. ബുഖാരി ഇമാം തങ്ങൾ പറയുകയോ, തള്ളപ്പെടുന്നത് ലോകത്ത് ഏറ്റവും മഹത്വമുള്ള നേതാവിന്റെ വാക്കല്ലയോ? ആരാണ് ആ നേതാവെന്നറിയോ? ആദി അമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ്. ബദറിലും ഏറിയ ശോഭ നബി, ബീവി ആമിന തന്റെ സ്വബി, വലദുൽ അമീനായി വന്ന നബി, ആമന്നാ ബിറസൂലില്ലാഹ്, ആമന്നാ ബിറസൂലില്ലാഹ്. ഉറക്കെ ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാ. ചെറുപ്പക്കാരാ, ബുഖാരി ഇമാം ചിന്തിച്ച ചിന്ത കണ്ടോ നീ? ഞാനും നീയും ഒരു അനാചാരത്തിന്റെ പിന്നിൽ പോയാൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എടാ, ഞാനൊരു കോലം കെട്ടിയത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല, ഞാനൊരു കോലം കെട്ടിയത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല, ഞാനിവിടെ തുള്ളിക്കളിച്ചത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല. പെങ്ങളെ, നീ തെരുവിലിറങ്ങിയ നിനക്കൊന്നും വരാനില്ല. പക്ഷേ ഞാനും നീയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ, ഞാനും നീയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതമുണ്ടല്ലോ. ആ മതത്തിനൊരു നേതാവില്ലയോ? നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ദുഷ്പേരാകാൻ പാടില്ലല്ലോ. അതാണ് ബുഖാരി ഇമാം ചിന്തിക്കണത്. ബുഖാരി ഇമാം പറയാ, എന്റെ ബാഗിൽ ഈ 1000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായാൽ ഞാനാണ് കൊള്ളയടിച്ചതെന്ന് കപ്പലിലുള്ളവർ മുഴുവനും വിധി എഴുതൂ. അങ്ങനെ വരുമ്പോ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മുഴുവനും വ്യാജമാണെന്ന് നാട്ടുകാരെ വിലയിരുത്തൂ. ഹദീസ് എന്നയം വെല്ലയങ്ങെടുത്തു. തന്റെ ബാഗിൽ നിന്ന് 1000 സ്വർണ്ണ നാണയങ്ങൾ മെല്ലയങ്ങെടുത്തു. ബുഖാരി ഇമാം കടലിലോട്ട് വലിച്ചെറിഞ്ഞു.
അതാ യാത്ര കഴിഞ്ഞ് ബുഖാരി ഇമാമ കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ കള്ളം വന്നിട്ട് ചോദിക്ക, അല്ല ബുഖാരി ഇമാമേ, എന്തിനാ 1000 സ്വർണ്ണ നാണയങ്ങളെ കടലിലോട്ട് വലിച്ചെറിഞ്ഞത്? അപ്പോഴാ ബുഖാരി ഇമാം പറഞ്ഞത്, എടൂ നീ പറഞ്ഞ കള്ള ന്യായം പറഞ്ഞ്, നീ പറഞ്ഞ കള്ള ന്യായം കേട്ട് കപ്പലിലുള്ള ആളുകൾ എന്റെ ബാഗ് തെരഞ്ഞാൽ 1000 സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് എന്റെ ബാഗിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ ഞാനൊരു കള്ളനാണെന്നല്ലേ അവര് മനസ്സിലാക്കണത്. എന്നെ കൊണ്ട് എന്റെ നേതാവിനൊരു ദുഷ്പേര് വന്നുകൂടാ. അതുകൊണ്ട് 1000 സ്വർണ്ണ നാണയമല്ല എനിക്ക് വലുത്, 1000 സ്വർണ്ണ നാണയമല്ല എനിക്ക് വലുത്, എനിക്ക് വലുത് എന്റെ വിലാസമാ എന്ന് കരുതിയിട്ട് സ്വർണ്ണ നാണയങ്ങളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മാതൃക കാണിച്ച ബുഖാരി ഇമാമിന് മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെ വാദ കേൾക്കുന്ന പെങ്ങള്, റജബ് മാസമല്ലയോ, റജബ് ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമായ റജബ് മാസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയ റജബ് മാസം, നിസ്കാരം സമ്മാനമായി കിട്ടിയ റജബ് മാസം, കുർസി പർ कोई भी बेटे राजा तो मेरा ख्वाजा है, राजा तो मेरा ख्वाजा है. അധികാരത്തിന്റെ കസേരയില് ആര് വന്ന് ഇരുന്നാലും എനിക്കൊരു ആ രാജാവുണ്ട്, ഇന്ത്യക്കൊരു ഭരണാധികാരിയുണ്ട്. അതാരാണെന്നറിയോ? ഈ റജബില് ലോകത്തോട് വിട പറഞ്ഞ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മാസത്തിൽ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ മാടന്നൂരിൽ അന്തിയിറങ്ങുന്ന മഹാന്മാരായ ശുഹദാക്കളില്ലയോ, ഔലിയാക്കളില്ലയോ? അവരുടെ പേരിലുള്ള ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട മതവിജ്ഞാന വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു തീരുമാനമെടുത്തു. എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങൾ പോയി എന്നത് ശരിയാണ്. ഇനി എത്ര മണിക്കൂറാ എന്റെ മുന്നിലുള്ളത് പറയാൻ കഴിയില്ല, എത്ര ദിവസമാ എന്റെ മുന്നിലുള്ളത് പറയാൻ കഴിയില്ല, എത്ര ആഴ്ചകളാണ് എന്റെ മുന്നിലുള്ളത് പറയാൻ കഴിയില്ല. ചെറുപ്പക്കാരാ, ജീവിക്കുന്നത് 1 മണിക്കൂറാണെങ്കിലോ ആ 1 മണിക്കൂർ അനാചാരങ്ങളുടെ പിന്നിൽ പോകാതെ ആചാരങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കി ജീവിച്ചാൽ നമുക്ക് വലിയ വിലാസം കിട്ടിയല്ലോ. നന്നാകാത്തവരില്ല. ഒരു ചെറുപ്പക്കാരനും ചിന്തിക്കണ്ട, എത്ര വാല കേട്ടാലും ഞാൻ നന്നാകൂല ഉസ്താദേ. ഒരു പെങ്ങളും കരുതണ്ട, ഞാൻ നന്നാകൂല ഉസ്താദേ. ഇതിനേക്കാൾ എത്രയോ അനാചാരങ്ങളുടെ പിന്നിൽ പോയവരുണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ എത്രയോ അനാചാരങ്ങളുടെ പിന്നിൽ പോയവരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ നല്ലവരായി ജീവിച്ചപ്പോ ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോ ഈ ഉമ്മത്ത് ഉറക്കെ പറയുകയാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ വാദ അവസാനിപ്പിക്കുമ്പോ എനിക്ക് എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നറിയോ? ഒന്ന്, സുന്നത്തിനോട് കളിക്കണ്ട, ആചാരങ്ങളോട് കളിക്കണ്ട, അതിന്റെ പേരിൽ അനാചാരങ്ങളെ വലിച്ചു കൊണ്ടുവരണ്ട. സുന്നത്തിനോട് കളിച്ചവനുണ്ടല്ലോ, സുന്നത്തിനോട് കളിച്ചവനെ അല്ലാഹു വിട്ടിട്ടില്ല. അതിന് എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. എത്രയോ ഉദാഹരണമുണ്ട്. ഹദീസിലുണ്ട് മുത്തു റസൂലുള്ളാഹി 11 മണി വരെ ഇരുന്ന് തരുമോ, 11 മണി വരെ ഇരുന്ന് തരുമോന്ന്, ഞാൻ ഇരുന്ന് തരുമോന്ന് പറയണം. കൈവക്ക് ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത്. ഇനിയിപ്പോ ഒരു 1/4 മണിക്കൂറുള്ളൂ. 11 മണിയാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം നിർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ നിങ്ങൾക്കും വാളുണ്ട്, നമുക്കും വാളുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് കൃത്യസമയത്ത് തന്നെ നിർത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയാല് പിറ്റേന്ന് ഉണർന്നാല് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണം അറിയോ? നിങ്ങളെ കൈ കഴുകാതെ
നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ കൈ കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിൽ മുക്കാൻ പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ കാരണം? അതിന് ഹബീബായ തങ്ങൾ പറഞ്ഞു, കാരണം എന്താന്ന് പറഞ്ഞാൽ ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദുഹു. രാത്രി ഇവന്റെ കൈ, ഇവൻ ഉറങ്ങിയ സമയത്ത് ഇവന്റെ കൈ എവിടെ പോയി ഉറങ്ങിയെന്നൊന്നും ഇവൻക്ക് അറിയില്ലല്ലോ. അറിയോ? ഇവന്റെ കൈ പടച്ചറബി ഏടക്കെല്ലാം പോയിട്ട് ഇത് തിരിച്ചു വരണേ. ഓരോ മനുഷ്യന്റെ വർക്ക് കാണുമ്പോ ഒരാളിപ്പോ ഈ അടുത്ത് പറഞ്ഞു, ഒരാളെ കുറിച്ച് പറഞ്ഞതാ, അവനക്ക് ഒരു ബോധം ഉണ്ടാവില്ല. എന്താ കാരണം? അവന് രാത്രി എങ്ങാനും കിടന്നുറങ്ങിയാല് അവന്റെ തുണി എവിടെ ഉണ്ടാവും? അവൻ വേറെ ഒരുത്തന്റെ തുണി എടുത്തിട്ടാ പിറ്റേന്ന് രാവിലെ അടിച്ചു പോകണം. ആ ജാതി മനുഷ്യന്മാരടുത്തൊന്നും ഉറങ്ങിയിട്ടുണ്ടാവാ. പിന്നെ നമ്മ നക്കന്നെ വേണ്ടി വരും. അള്ളാഹ് കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നബിതങ്ങൾ പറഞ്ഞ സത്യല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? രാത്രി കിടന്നുറങ്ങി നിങ്ങൾ ഉണർന്നാല് നിങ്ങൾ ഈ കൈ കഴുകാതെ നിങ്ങൾ ഒരു പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഈ കൈ മുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. സയന്റിഫിക്കൽ മെത്തഡ്. ഇന്ന് ശാസ്ത്രം പറയുമ്പോ ശാസ്ത്രം അങ്ങനെ എന്നെല്ലാം പറയും. ഇത് നൂറ്റാണ്ട് 14 മുമ്പ് പറഞ്ഞതാ ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് പോയിക്കണ്ട. കാരണം എന്താ? നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ ഈ കൈ ഏടക്ക് പോകണമെന്ന് തന്നെ നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കഴുകാതെ കൊണ്ടുപോയിട്ട് പാത്രത്തിൽ മുക്കാൻ പാടില്ലെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോണ്ട് ഒരു ചങ്ങായി എന്താ പറഞ്ഞതറിയോ? മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് കാണാ. ഒരു ചങ്ങായി പറഞ്ഞ് ഇതിനെ പരിഹസിച്ചിട്ട്, നക്കുകൊന്തുണ്ട് നണ്ട കൈയോടെ കിടുണ്ട്. അതുകൊണ്ട് നാക്കും പോയിട്ട് ഇടത്ത് കൈ മുക്കടമൊന്നോലും കൈ കൽകൊണ്ടുകൊണ്ട് എന്തും ഇല്ല. കാരണം അനാദിരി നക്കു ഗൊന്തുമേ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണർന്നു നോക്കണ സമയത്തുണ്ട് ഇവന്റെ കൈ പിന്ദ്വാരത്തിന്റെ ഉള്ളിലാ കയറിപ്പോ. ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചതാ. എന്താ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു പ്രാക്ടീസ് ചെയ്താൽ നടക്കാൻ പോണ കാര്യം അത്. കൈ രണ്ടും ബിന്ദുവാരത്തിന്റെ ഉള്ളിലേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താല്, കരാട്ടെ ഒക്കെ പഠിക്കും പോലെ പ്രാക്ടീസ് ചെയ്താൽ നടക്കണ പോണ കാര്യമല്ല. എന്നിട്ടും അങ്ങനെ സംഭവിച്ചു. എന്താ കാരണം? സുന്നത്തിനോട് കളിച്ചതിന്റെ അനന്തര ഫലമാണ്. സുന്നത്തിനോട് കളിച്ചതിന്റെ അനന്തര ഫലമാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരാ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരാ, അതാ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വന്നാൽ അതാ മരണപ്പെട്ടവരെ വിളിച്ചിട്ട് ഉസ്താദ് ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുമ്പോ, എടാ ചെറുപ്പക്കാരാ, ഒരു പണിയുമില്ലാത്ത നിനക്ക് ധൃതിയുടെ പേരും പറഞ്ഞിട്ട് അതാ നീ അങ്ങ് ഇറങ്ങിയില്ലയോ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയില്ലയോ? നിന്റെ ബാപ്പ മാടന്നൂർ പള്ളി പരിസരത്തുള്ള ഖബർസ്ഥാനിൽ കിടന്നുറങ്ങുകയോ? ആ നിന്റെ ബാപ്പാന്റെ പേരിലാ ഉസ്താദ് ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്ത് ഹദിയ ചെയ്യുന്നത്. സ്വന്തം ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച ആ ദുആന്റെ സദസ്സിലിരിക്കാൻ മനസ്സ് കാണിക്കാത്ത ചെറുപ്പക്കാരാ, ഇത് അപകടമല്ലയോ? അതുകൊണ്ട് ജീവിതത്തിന്റെ നന്മയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണോ, നന്നാകാൻ ശ്രമിക്കണോ. വേണമെന്ന് വെച്ചാൽ നന്നാകാത്ത ഒരാളുമില്ല. എന്റെ വഅദ് അവസാനിപ്പിക്കുമ്പോ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങൾ ഒന്ന് എണീറ്റ് നിൽക്കുമോ? മുഅ്മിനീങ്ങൾ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ദൂരെയുള്ള മുഅ്മിനീങ്ങൾ ഒന്ന് അടുത്തേക്ക് വരുമോ? ഇൻഷാ അല്ലാഹ് നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. എല്ലാവരും ദുആ ആവശ്യമുള്ളവരാണ്. അല്ലാഹുവേ, നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എന്താ നിങ്ങൾക്കെല്ലാം ഒരു ബേജാരി? ഇങ്ങോട്ട് വരി. ഇതിനൊന്നും ഇടങ്ങേറാവൂല. ഒന്ന് പൊക്കിയാ മതി, ഒന്ന് പൊക്കിയാ മതി. പൊങ്ങൂല? പൊങ്ങും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു തീരുമാനമെടുക്കണം, ഒരൊറ്റ തീരുമാനമെടുക്കണം. എന്താ തീരുമാനം? ഞാനൊന്ന് നന്നാകണം, ഞാനൊന്ന് നന്നാകണം,
ഞാനൊന്ന് നന്നാകണം, നന്നായേ തീരൂ, അല്ലാഹു നന്നാക്കി തരട്ടെ. എന്തേ കാരണം? എത്രയോ മഹാന്മാരുടെ ചരിത്രം ആദ്യകാലത്ത് അവരൊക്കെ പലതിന്റെയും പിന്നിൽ പോയവരായിരുന്നുവെങ്കിലും പിന്നീട് അവരൊക്കെ വലിയ മഹാന്മാരായി പോയി. ഇന്ന് അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോ ഉറക്കെ പറയുകയാണ് റളിയല്ലാഹു അൻഹു. അറിയുമോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ലമത്തുൽ ഖഅനബി റളിയല്ലാഹു അൻഹു ആരാണ്? മഹാനവരുകൾ ഷാബ, ചെറുപ്പക്കാരനായിരുന്നു. മഹാനവരുകൾ കസീറ ശറാബ്, വലിയ മദ്യപാനിയായിരുന്നു. ആ മദ്യപാനിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമത്തുൽ ഖഅനബി റളിയല്ലാഹു അൻഹു പിന്നീട് വലിയ വിലായത്തിന്റെ മർത്തബയിലെത്തിയല്ലോ. മഹാനവരുകളുടെ വീട്ടിലേക്ക് കൂട്ടുകാര് കയറി വരും. എല്ലാവരും കൂടെ ഇരുന്ന് ഒന്നിച്ച് കുടിക്കുകയാണ്, മദ്യപിക്കുകയാണ്. എന്നിട്ടതാ പാട്ട് പാടുകയാണ്, നൃത്യം കളിക്കുകയാണ്. അതാ അവിടുന്ന് ഒച്ച വെക്കുകയാണ്, ബഹളം വെക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ മദ്യപിച്ച് പാട്ടും പാടിയിട്ട് നൃത്യം കളിക്കുമ്പോൾ അതിലൂടെ വലിയ ഹദീസ് പണ്ഡിതനായ ഇമാം ശുഅബ റളിയല്ലാഹു അൻഹു നടന്ന് നീങ്ങുന്നത് കാണുകയാണ്. മഹാന്മാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ മഹാന്മാരാണ്. കാരണം അവരുടെ മുഖത്ത് നല്ല വെളിച്ചമുണ്ടാകും, അവരുടെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടാകും. ചെറുപ്പക്കാരാ, നല്ലത് ചെയ്യുന്നതനുസരിച്ച് മുഖത്ത് നല്ല വെളിച്ചമുണ്ടാകും. നല്ലത് ചെയ്യുന്നതനുസരിച്ച് ഖൽബിൽ നല്ല പ്രകാശമുണ്ടാകും. അതേ സമയത്ത് തെറ്റുകൾ ചെയ്യുന്നതനുസരിച്ച് മുഖത്തുള്ള സൗന്ദര്യം കുറഞ്ഞു പോകും, ഈമാനിന്റെ വെളിച്ചം കുറഞ്ഞു പോകും, അതോടൊപ്പം ഖൽബ് ഇരുണ്ടു പോകും. ഇത് മഹാന്മാര് പഠിപ്പിച്ചതല്ലേ. ശുഅബ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു നീങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇതാരാണ്? ഇത്രയും നല്ല മുഖം പ്രകാശിക്കുന്ന ഇയാൾ ആരാണ്? കൂടെയുള്ളവർ പറഞ്ഞു, അഹദു അഇമ്മത്തിൽ ഹദീസ്, വലിയ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇയാള്. പേര് ശുഅബ റളിയല്ലാഹു അൻഹു എന്നാണ്. അപ്പോ ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ് റളിയല്ലാഹു അൻഹു. നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ശുഅബ തങ്ങളോട് പറഞ്ഞു, ഓ നിങ്ങൾ വലിയ ഹദീസ് പണ്ഡിതനാണല്ലോ, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ? ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല. ഹദീസിന്റെ ആളല്ലല്ലോ നിങ്ങൾ മദ്യപാനിയല്ലേ, മദ്യപിക്കുന്നയാളല്ലേ, നിങ്ങൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കല്ലേ, നിങ്ങളോട് ഞാനെങ്ങനെ ഹദീസ് പറഞ്ഞു തരും? ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു അതാ കത്തിയങ്ങെടുത്തു. അന്ന് വലിയ പോക്കിരിയായിരുന്നു, കൂടെ കത്തിയുണ്ടായിരുന്നു. ആ കത്തിയങ്ങ് ഊരിപ്പിടിച്ചിട്ട് ശുഅബ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഹദീസ് പറഞ്ഞ് കേൾപ്പിച്ചില്ല എന്ന് കണ്ടാൽ ഈ കത്തി കൊണ്ട് ഞാൻ നിങ്ങളെ വെട്ടും ഉറപ്പാണ്. ശുഅബ റളിയല്ലാഹു അൻഹു പേടിച്ചു പോയി. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമത്തുൽ ഖഅനബി തങ്ങൾക്ക് കേൾപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്. ഏതാണ് ഹദീസ് എന്നറിയോ? അൻ അബി മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലം തസ്തഹി ഫസ്നഇ മാ ശിഅത.
മനുഷ്യ നിനക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? നീ ഉദ്ദേശിച്ചത് ചെയ്തോ. വലിയ പാഠമുള്ള ഹദീസല്ലേ ഇത്. ഏത് അനാചാരത്തിന്റെ പിന്നിൽ പോകുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം എന്താണ്? ആണായാലും പെണ്ണായാലും ലജ്ജയില്ല എന്നാണല്ലോ. ഏറ്റവും വലിയ വിലാസം ലജ്ജയാണ്. ആ ഹദീസാണ് ഓതി കേൾപ്പിക്കുന്നത്. ഈ ഹദീസ് കേട്ടപ്പോ 2 മണിക്കൂറിന്റെ വഅദല്ല, ദിവസങ്ങളോളം നീണ്ടു നിന്ന വഅദല്ല, ഒരൊറ്റ ഹദീസേ പറഞ്ഞു കേൾപ്പിച്ചതേയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ലമത്തുൽ ഖഅനബി തങ്ങൾ എന്ത് ചെയ്തു? ഫറമാ സകീന, കയ്യിലുള്ള കത്തി അങ്ങ് വലിച്ചെറിഞ്ഞു. ഈ ഹദീസ് കേട്ട ഇനി ഞാൻ പോക്കിരിയായി നടക്കാൻ പാടില്ല, ഞാനിനി മദ്യപാനിയായി നടക്കാൻ പാടില്ല, വ്യഭിചാരിയായി നടക്കാൻ പാടില്ല. കയ്യിലുള്ള കത്തി അങ്ങ് വലിച്ചെറിഞ്ഞു. വറജഅ ഇലാ മൻസിലിഹി, നേരെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിന്റെ അകത്ത് മുറിയിൽ കള്ളിന്റെ കുപ്പികളുണ്ട്, അതെല്ലാം എടുത്തു. അതിലുള്ള കള്ളുകളെ മുഴുവനും അതാ അവിടുന്ന് വലിച്ചെറിഞ്ഞു. കള്ള് ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. എന്നിട്ട് ഉമ്മാനോട് മഹാനവരുകൾ പറയാണ്, എന്റെ കൂട്ടുകാര് വന്നേക്കും, ഞാനിപ്പോ നാട് വിടുകയാണ് ഉമ്മ, ഞാൻ നാട് വിടുകയാണ്. എന്റെ കൂട്ടുകാർ എന്റെ കൂടെ ഇരുന്ന് മദ്യപിക്കാൻ വരും. മദ്യപിക്കാൻ ഇവിടെ കള്ളില്ല, ഞാൻ മദ്യപിക്കുന്നത് നിർത്തിയിട്ടുണ്ടെന്ന് എന്റെ കൂട്ടുകാരോട് പറയണം. പോരാ, വന്നാൽ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം കഴിച്ചിട്ട് അവരെ പറഞ്ഞേക്കണം. ഇനിമേലെ നിങ്ങളുടെ മകനായ ഞാൻ മദ്യപിക്കാനില്ല എന്ന് എന്റെ കൂട്ടുകാരോട് പറയണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എവിടെയാ പോകുന്നതെന്നറിയോ? വമളാമിൻ വഖ്തിഹി ഇലൽ മദീനത്തിൽ മുനവ്വറ. ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള നാടേതാണ്? നേതാവ് കിടന്ന് വിശ്രമിക്കുന്ന നാടല്ലേ? ജമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മകാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാ तुम्हारे लिए, हरे बने दो जहां तुम्हारे लिए। एक बार मदीना जाना है, फिर वापस लौट कर नहीं आना है. മദീനയിൽ ഒരു തവണ പോയാൽ ആ നാട് വിട്ട് വരാൻ തോന്നുമോ? അത്രയും വലിയ സൗന്ദര്യമുള്ള നാട്. മഹാനവരുകൾ സ്വന്തം വീട് വിട്ടിറങ്ങുകയാണ്. വമളാ ഇലൽ മദീനത്തിൽ മുനവ്വറ, മദീനയിലേക്ക് പോവുകയാണ്. നേരെ മദീനത്തെ പള്ളിയിൽ പോയി. മദീനത്തെ പള്ളിയിൽ വലിയ ദർസ് നടക്കുന്നുണ്ട്. ഇവിടെ അൽഹംദുലില്ലാഹ് ഒരുപാട് മക്കൾ പഠിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ 200 ചില്ലാനം കുട്ടികളെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നൂറുൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രകാശമെന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന മഹത്തായ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സമുച്ചയം. ആ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ രാപ്പാർത്ത് പഠിക്കുകയാണ്. മോമിനീങ്ങളെ,
നമ്മുടെ നെഞ്ചിലേറ്റ് നടക്കണം, സഹായിക്കണം, സഹകരിക്കണം. എല്ലാ മതസ്ഥാപനങ്ങളാണ് ദീനീ കലാലയങ്ങളാണ്. ആരും ഇവിടെ ഭൗതികമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സ്ഥാപനവും ഉണ്ടാക്കിയിട്ടില്ല. സ്ഥാപനമുണ്ടാക്കിയവർക്കേ അതിന്റെ പ്രയാസം അറിയുകയുള്ളൂ. എല്ലാവരുടെയും ചുമതല ഏറ്റെടുക്കുകയാണ് ഇവർ ചെയ്തില്ല എന്ന് കണ്ടാൽ നാട്ടുകാര് മുഴുവനും കുറ്റക്കാരാ. ചെയ്തതുകൊണ്ടോ കുറ്റത്തിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞിരിക്കുകയാണ്. കാരണം ദീനീ കലാലയങ്ങൾ എന്നത് സാമൂഹിക ബാധ്യതയാണ്. അതിനെ പരിപോഷിപ്പിക്കണം, അതിനെ വളർത്തിക്കൊണ്ടുവരണം, അതിനെ അകമഴിഞ്ഞ് സഹായിക്കണം. സഹായിച്ചവരെ അല്ലാഹ് കൈവിടൂല്ല. ഇവിടെയുള്ള നൂറുൽ ഹുദയായാലും നമ്മുടെ മൂഢബിദ്രയിലുള്ള ദിക്റയായാലും നമ്മുടെ ഏത് സ്ഥാപനങ്ങളായാലും അതെല്ലാം ശാഖകളാണ്. ഇതിനെല്ലാം ഒരു ഉമ്മയായ സ്ഥാപനമുണ്ടായിരുന്നു. അത് എവിടെയുള്ള സ്ഥാപനമാണ്? അൽ മദീനത്തുൽ മുനവ്വറ, മദീനയാകുന്ന പള്ളിയാകുന്ന സ്ഥാപനമുണ്ടല്ലോ, അവിടെയുള്ള പ്രിൻസിപ്പാൾ ആരാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പിന്നീട് കാലങ്ങൾ കാലങ്ങൾ പിന്തുടർന്നതോറും പിന്നീട് ഓരോ പ്രഗത്ഭരായ ആലിമീങ്ങൾ, ഇമാമീങ്ങൾ അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. ഇടക്കാലത്ത് ദർസ് നടത്തിയ മഹാനാണ് ദാറുൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ലമത്തുൽ കഅനബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ പോയത് എന്തിനാണ്? മാലിക് ഇമാമിന്റെ ദർസിൽ ഒരു മുതഅല്ലിമായി, വിദ്യാർത്ഥിയായി പഠിക്കാനോ. അവിടെ പോയി നീണ്ട 30 വർഷക്കാലം മഹാനവരികൾ അവിടെ പഠിക്കുകയാണ്. വലിയ സ്ഥാനത്ത് എത്തിപ്പോയി. ഒരു കാലത്ത് മദ്യപാനിയായിരുന്നു, വലിയ പോക്കിരിയുടെ വിലാസം നേടിയെടുത്ത ആളായിരുന്നു. പക്ഷേ ഒരൊറ്റ ഹദീസ് അങ്ങ് കേട്ടപ്പോ മാറ്റം വന്നുപോയി. ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോ ഉറക്കെ പറയുകയാണ് റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരെ പിന്തുടർന്ന് അവരെ അനുഗമിച്ച് നമുക്കൊന്ന് നന്നാകണം. അതിനർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ റജബിലാണുള്ളത്, ശഅബാൻ വരാൻ പോവുകയാണ്, റമളാൻ വരാൻ പോവുകയാണ്. വലിയ മഹത്വമുള്ള മാസങ്ങളാണ്. ഇതെല്ലാം നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഈ സദസ്സ് അല്ലാഹു കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മുസാഫഹത്ത് ചെയ്ത് ഒരു ചെറിയ ദുആ നടത്തി പിരിയണം. നമ്മുടെ മാടൻ